അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് കുറച്ച് നാളുകളായി അവധി കൊടുത്തതുപോലെയാണ് ശാസ്ത്രലോകത്തിന്റെ സമീപനം. സൗരയൂഥത്തിലേക്ക് വരുന്ന 3I ബാർ അറ്റ്ലസിന്റെ അന്യഗ്രഹ സാധ്യത ഏറെക്കുറെ തള്ളപ്പെട്ടതോടെ ഈ വഴിക്കും ഏലിയൻസിനെ കുറിച്ചുള്ള അന്വേഷണം നിലച്ചു. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കുറച്ചൊന്നുമല്ല ശാസ്ത്രജ്ഞർ മെനക്കെട്ടിട്ടുള്ളത്. റേഡിയോ ടെലസ്കോപ്പുകളും ഒപ്റ്റിക്കൽ ടൂളുകളും ഉപയോഗിച്ച് തങ്ങളാലാവുന്ന പോലെ ബഹിരാകാശം അരിച്ചു പെറുക്കിയിട്ടുണ്ട് അവർ. പക്ഷേ അന്യഗ്രഹത്തിൽ നിന്ന് എന്നുറപ്പിക്കാവുന്ന ഒരു സിഗ്നലും ലഭിച്ചില്ല. പക്ഷേ ഇപ്പോഴിതാ രണ്ട് പുതിയ പഠനങ്ങൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകളിലേക്ക് വെളിച്ചം വീശുകയാണ്. ഏലിയൻസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാത്തതിന് കാരണം സിഗ്നൽ ലഭിക്കാത്തതല്ല, മറിച്ച് നമ്മുടെ ടൈമിംഗ് ശരിയല്ലാത്തതാണ് എന്നാണ് ഇതിലൊരു പഠനം പറയുന്നത്. രണ്ടാമത്തെ പഠനത്തിലാകട്ടെ ഭൂമിയുടെ നിഴൽ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചാൽ അന്യഗ്രഹ സിഗ്നലുകളെ വേഗം ട്രേസ് ചെയ്യാമെന്നാണ് വാദം. ഈ രണ്ട് പഠനങ്ങളിലെയും വിവരങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. മന്ത്ലി നോട്ടീസ് ഓഫ് ദി റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പറയുന്നത് ഏലിയൻസിന്റെ അന്വേഷണത്തിന് ഒരു പുതിയ രീതി അവലംബിച്ചാൽ ഒരുപക്ഷെ പ്രയോജനമുണ്ടായേക്കുമെന്നാണ്. സാറ്റലൈറ്റുകളും മറ്റ് സ്പേസ് ജങ്കുകളും മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിക്കുക എന്നതാണ് ഈ രീതി. ഭൂമിയിൽ നയിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ മൂലം അസ്വാഭാവികമായി എത്തുന്ന പല വസ്തുക്കളും നമ്മുടെ റഡാറുകളിൽ പെടുന്നില്ല എന്നത് കുറച്ച് കാലങ്ങളായി ഉയരുന്ന പരാതിയാണ്. സ്പേസിലെ മലിനീകരണം മൂലമുണ്ടാകുന്ന പ്രശ്നമാണിത്. പക്ഷേ ഭൂമിയുടെ നിഴലിലേക്ക് സിഗ്നലുകളെ കേന്ദ്രീകരിച്ചാൽ ചിലപ്പോൾ സിഗ്നലുകൾ കൂടുതലായി ലഭിച്ചേക്കുമെന്നാണ് ഈ പഠനത്തിലെ വിലയിരുത്തൽ. സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിലെ ബിയട്രിസ് വില്ലയോറലിന്റെ നേതൃത്വത്തിലുള്ള ടീം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രീതി അന്യഗ്രഹ ജീവികളെയോ സിഗ്നലുകളെയോ ഈ നിഴലുള്ള ഭാഗത്ത് മാത്രം തിരയുക എന്നതാണ്. സൂര്യൻ ഭൂമിയെ മറയ്ക്കുമ്പോൾ ത്രികോണാകൃതിയിൽ ഒരു നിഴൽ ഭൂമിക്ക് സമീപം രൂപപ്പെടുന്നുണ്ട്. അതായത് ഒരു നിശ്ചിത സമയം ഈ ഭാഗത്തേക്ക് വെളിച്ചം തീരെ എത്തില്ല. സൂര്യപ്രകാശത്തെ ഉൾപ്പെടെ എല്ലാ വെളിച്ചത്തെയും ഇവിടെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നോ മറ്റോ സ്പേസ് ജങ്കുകളിൽ നിന്നുള്ള ഗ്ലെയറുകളും മറ്റും ഇവിടെ എത്തില്ല. ക്ലീൻ സ്പേസ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് തന്നെ. മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇവിടം സിഗ്നലുകളുടെ നിരീക്ഷണത്തിന് അനുയോജ്യമായിരിക്കും. എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി സിഗ്നലുകൾ എത്തിയാൽ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. ബഹിരാകാശ നിരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വിക്കി ട്രാൻസെൻഡ് ഫെസിലിറ്റി എന്ന ടെലസ്കോപ്പ് വർഷങ്ങൾ കൊണ്ട് സ്കാൻ ചെയ്തയച്ച ഇമേജുകൾ വിശദമായി പഠിച്ചാണ് ഈ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബിയട്രിസിന്റെ ടീം തീരുമാനിക്കുന്നത്. ഇവർ AI ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത നിയോ റേയോൺ എന്ന സിസ്റ്റം ഇത്തരത്തിൽ ആയിരക്കണക്കിന് സിഗ്നലുകൾ ഈ ഷാഡോ ഏരിയയിൽ നിന്ന് സ്കാൻ ചെയ്യുകയും ചെയ്തു. ഇതിൽ പലതും ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും ഒരു സിഗ്നൽ മാത്രം വേറിട്ട് നിന്നിരുന്നു. ചിഹ്നഗ്രഹങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ചില വസ്തുക്കളായിരുന്നു ഇവ. മറ്റ് സ്പേസ് ഡേറ്റാ ബേസുകളിലൊന്നും ഇവയുടെ സാന്നിധ്യം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിയട്രിസും ടീമും നിരവധി തവണ ഇതിൽ പഠനം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. 1957 മുതലുള്ള ഇമേജുകൾ പരിശോധിച്ച് ഈ വസ്തു എന്തെന്ന് ഏകദേശ ധാരണയെങ്കിലും ലഭ്യമാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. പക്ഷേ ടെലസ്കോപ്പിൽ കണ്ടത് മനുഷ്യനിർമ്മിതമല്ലാത്ത വസ്തു തന്നെയാണെന്നും ബിയട്രിസിനും സംഘത്തിനും ഉറപ്പായി. അങ്ങനെയാണ് അവർ ഷാഡോ ഏരിയയിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി പഠന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനായി പുതിയ ടെലസ്കോപ്പുകളോ മറ്റു ഉപകരണങ്ങളോ വാങ്ങേണ്ടതില്ല എന്നും ബിയട്രിസ് എടുത്തു പറഞ്ഞിരുന്നു. ഈ രണ്ടാമത്തെ പഠനം നടന്നത് പെൻസിൽവേനിയ സർവകലാശാലയിലെ പിൻചൻ ഫാനിന്റെ നേതൃത്വത്തിലാണ്. ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിൽ നിന്നുള്ള 20 വർഷത്തെ ഡാറ്റ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത്. ചൊവ്വ ദൗത്യങ്ങളും വോയേജർ, ന്യൂ ഹൊറൈസൺ പോലുള്ള പേടകങ്ങൾ അയച്ച ഡേറ്റകളും ഇവർ പഠന വിധേയമാക്കിയിരുന്നു. ഈ പഠനങ്ങളിൽ പ്ലാനറ്ററി അലൈൻമെന്റുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഗവേഷകർക്ക് ലഭിച്ചത്. അതായത് ഭൂമിയും ചൊവ്വയും ഒക്കെ നേർരേഖയിൽ വരുമ്പോഴുള്ള സിഗ്നലുകളെ കുറിച്ചും മറ്റും. ചൊവ്വയടക്കമുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഭൂമിയിൽ നിന്ന് അയച്ച പേടകങ്ങളുമായി നിരന്തരം സംവദിക്കുന്നുണ്ട് ഗവേഷകർ. ചൊവ്വ പക്ഷേ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെ തടയുകയോ മറച്ചുവെക്കുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ ചൊവ്വയുമായി ഭൂമി നേർരേഖയിൽ വരുമ്പോൾ ബഹിരാകാശത്ത് എവിടെ നിന്നും വരുന്ന സിഗ്നലുകളെ നമ്മുടെ റഡാറുകൾക്ക് ട്രേസ് ചെയ്യാം. അങ്ങനെ ഭൂമിയുമായി മറ്റ് ഗ്രഹങ്ങൾ ഒരേ രേഖയിൽ വരുമ്പോൾ അതിനടുത്ത് എവിടെയെങ്കിലും മറ്റ് അന്യഗ്രഹ വസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവ നമ്മുടെ കണ്ണിൽപ്പെടാൻ 77% സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാനറ്ററി അലൈൻമെന്റിന്റെ സമയത്ത് ഏലിയൻസിനായി തിരച്ചിൽ നടത്തിയാൽ പ്രയോജനമുണ്ടാകുമെന്നാണ് പിൻചൻ പറയുന്നത്. റേഡിയോ സിഗ്നലുകളെയാണ് പിൻചന്റെ പഠനം ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ലേസർ സിഗ്നലുകളെയും ആശ്രയിക്കാമെന്ന് പറയുന്നുണ്ട് ഇവർ. പക്ഷേ ലേസറുകൾക്ക് റേഡിയോ സിഗ്നലുകളേക്കാൾ വ്യാപനം കുറവായതിനാൽ ഈ രീതിയിലുള്ള റിസൾട്ട് കുറവായിരിക്കും. എന്തായാലും ഏലിയൻസിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങൾക്ക് ഈ രണ്ട് പഠനങ്ങളും കാര്യമായ പ്രയോജനം ചെയ്യും എന്നത് ഉറപ്പു തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഡേറ്റ കൂടി ഉപയോഗിച്ച് ഏലിയൻ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് ശാസ്ത്രലോകം.